കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ സമരം തീർത്ത് കർണാടക. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലായിരുന്നു ജന്തർ മന്ദറിലെ പ്രതിഷേധം. നാളെ ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിന്റെ വൻ പ്രതിഷേധവും ദില്ലിയിൽ അലയടിക്കും. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും സാമ്പത്തിക ഉപരോധവും അക്കമിട്ട് നിർത്തിയായിരുന്നു കർണാടകയും ദില്ലിയിൽ സമരം തീർത്തത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. 15ാം ധനകാര്യ കമ്മീഷന് കീഴിൽ 5 വർഷം കൊണ്ട് 1.87 ലക്ഷം കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തുണ്ടായതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അക്കമിട്ട് നിർത്തി. കൊടും വരൾച്ച നേരിടുന്ന സംസ്ഥാനത്തിന് കേന്ദ്ര ബജറ്റിൽ വലിയ അവഗണനയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര പദ്ധതികളിൽ കർണാടക കടുത്ത അവഗണന നേരിടുന്നതായി ശിവകുമാറും വ്യക്തമാക്കി. സംസ്ഥാനത്തെ കോൺഗ്രസ് MLAമാർ, MLCമാർ, MP മാർ തുടങ്ങിയവർ സമരത്തിൽ അണിനിരുന്നു. സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കേരളം സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു കർണാടകയും പ്രതിഷേധത്തിനിറങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിൻ്റെ പ്രതിഷേധം നാളെ ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടക്കും. സമരത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും MP മാരും അടക്കം ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. DMK പ്രതിഷേധത്തിൽ പങ്കെടുക്കും. കപിൽ സിബൽ, NCP നേതാവ് ശരത് പവാർ, കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ തുടങ്ങി പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ സമരത്തിൽ അണിനിരക്കും. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ സമരവേദിയായി ദില്ലിയിലെ ജന്തർ മന്ദർ മാറിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലായിരുന്നു കർണാടക സർക്കാരിൻ്റെ പ്രതിഷേധം. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം പ്രതിഷേധം തീർക്കും. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം CB ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.